സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു വളരെ ഈസി ആയിട്ടും അപ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ടും ചെയ്യാവുന്ന ഒരു നെക്ക് കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2.25 ഇഞ്ച് വീതിയിൽ, അതായത് 5.5 ഇഞ്ച് വീതിയുള്ള ഒരു നെക്ക്, അതിന് മടക്കി 2.25 ഇഞ്ച്, 5.5 ഇഞ്ച് വീതിയുള്ള ഒരു റൗണ്ട് യൂനെക്കാണ് കേട്ടോ. അതിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ്. 6 ഇഞ്ച് ഇറക്കം. നമുക്ക് ആ സ്കെയിൽ കൊണ്ട്, ആമോൾ കർവ് കൊണ്ട് നമുക്കതിൻ്റെ റൗണ്ട് കൊടുക്കാം, യു ഷേപ്പ് കൊടുക്കാം. കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ഒന്നേകാലിഞ്ച് വീതിയിൽ നമുക്ക് ആ സെയിം തുണി കൊണ്ട് ഒരു ക്രോസ് പീസ് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ആ കഴുത്തിൻ്റെ അതേ നീളത്തിൽ 1.25 വീതിയിൽ സെയിം പീസാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തെ വശത്ത് നിന്ന് പുറത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ഒരു ചെക്ക് ഷർട്ടിൻ്റെ ഒരു കഷ്ണം ഞാനിങ്ങനെ ക്രോസിൽ, 1 ഇഞ്ച് വീതിയിലെ ക്രോസിൽ ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ഷർട്ടിൻ്റെ പീസിൻ്റെ ഒരു കഷ്ണമാണ് അത്, ക്രോസ് പീസാണ്. അപ്പോൾ അതിൻ്റെ സെയിം പീസ് ഞാൻ 1.25 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ നടുവെ മടക്കുവാണ് കേട്ടോ. 1.25 ഇഞ്ച് വീതിയിൽ അതിൻ്റെ സെയിം പീസ് തന്നെയാണ്. നടുവെ കൃത്യം പകുതിയായിട്ട് ഞാനിങ്ങനെ മടക്കി എടുക്കുവാണ്. അതിനുശേഷം അതിൻ്റെ അതായത് നമ്മൾ മാർക്ക് ചെയ്ത ചീത്ത വശത്ത് നമ്മൾ വെച്ച ഒരു പോയിൻ്റ് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത്, അതായത് ഇങ്ങനെ അകത്തുനിന്ന് പുറത്തേക്ക് നമ്മൾ അടിച്ച് മറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു പോയിൻ്റ് വീതിക്ക് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു പോയിന്റ് വീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അതിൻ്റെ ആ വളവിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിങ്ങനെ പുറത്തേക്ക് മറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മറിച്ചെടുത്തിട്ട് അതിൻ്റെ അരികിലൂടെ നമ്മൾ
അടിക്കണം. അതിൻ്റെ കൃത്യം എഡ്ജിലൂടെ നമ്മൾ അടിക്കണം. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ കൃത്യ അരികിലൂടെ നമ്മളിങ്ങനെ അടിക്കണം. കണ്ടോ, ഇങ്ങനെ അരികിലൂടെ നമ്മൾ അടിച്ചെടുക്കണം. നമ്മൾ അതിൻ്റെ അരികിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്തു. ഇത് നമ്മൾ ഈ വെട്ടിയെടുത്ത ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ, ആ ക്രോസ് പീസ് നമ്മൾ ഈ അടിച്ചു വച്ചിരിക്കുന്ന ഈ പീസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കയറ്റി വെക്കണം. കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ അതിൻ്റെ ഒരു സൈഡ് നമ്മളിങ്ങനെ കയറ്റി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അരികിലൂടെ നമ്മൾ അടിക്കുക. നമ്മൾ ആ വെച്ചടിച്ച പീസിൻ്റെ അരികിലൂടെ വേണം നമ്മൾ അടിക്കാനായിട്ട്. അപ്പോൾ ഈ ക്രോസിൽ വെട്ടിയെടുത്ത ഈ ചെക്ക് പീസ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ പീസ് വെച്ച് നമ്മൾ ഒരരികിലൂടെ കംപ്ലീറ്റ് നമ്മൾ അടിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 1.25 ഇഞ്ച് വീതിയിൽ ഞാൻ അതുപോലെ ഒരു പീസ് മുറിച്ചെടുത്തു. അതിനെ 3ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ നടുവിലൂടെ നൂലിട്ടെടുത്തിട്ടുണ്ട്. അതിനെ 3ആയിട്ട് മടക്കി എന്നിട്ട് അതിൻ്റെ നടുവിലൂടെ നൂലിട്ട് എടുത്തു. അപ്പോൾ എന്നിട്ട് നമ്മളിനി ചെയ്യണത് എന്താണെന്നറിയാമോ, അങ്ങനെ നമ്മൾ അതിൻ്റെ അരികിലൂടെ കംപ്ലീറ്റ് അടിച്ചെടുത്തു. ഒരു 1/4 ഇഞ്ചും പോയിൻറ്റും വീതിക്ക് ആ ചെക്ക് പീസ് പുറമെ കാണത്തക്ക വണ്ണം നമ്മൾ ഈ പീസ് അതിൻ്റെ ഒരരികിലൂടെ നമ്മളിങ്ങനെ അടിച്ചെടുക്കണം. അങ്ങനെ ആ ഒരരികിലൂടെ നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ അങ്ങേ സൈഡിലൂടെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടും അടിക്കണം. ഇങ്ങനെ ആ അരികിലൂടെ തന്നെ നമ്മളിങ്ങനെ അടിച്ച് അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഈസി ആയിട്ട് കാണാൻ ഭംഗിയുള്ള ഒരു നെക്ക് നമ്മൾ അടിച്ചെടുത്തു. അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക. അതുപോലെ ഇതിന് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.
അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.